രുദ്രാത്മികം ഭാഗം 28. ദീപു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വരാന്തയിലാകെ പരിഭ്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അരുണിനെയാണ്. എന്തുകൊണ്ടോ അരുണിൻ്റെ ക്ഷീണിച്ച മുഖം കാണവേ ദീപുവിനും വിഷമമാകുന്നുണ്ടായിരുന്നു. എന്തു പറ്റി അരുൺ? എന്താ ഒരു ടെൻഷൻ പോലെ? അരുണിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ദീപു ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളൊക്കെയും അങ്ങേയറ്റം വിഷമത്തോടെയും നിസ്സഹായതയോടെയും കൂടെ അരുൺ പറഞ്ഞു. അപ്പോൾ ആമിയും അവർക്കരികിലേക്ക് വന്നിരുന്നു. അരുണിൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. ഞാനെല്ലാം അറിഞ്ഞിരുന്നു അരുൺ, ലച്ചു വിളിച്ചിരുന്നു കുറച്ചു മുന്നേ. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദീപു പതിയെ പറഞ്ഞു. അപ്പോൾ അരുൺ അവരെ രണ്ടുപേരെയും നോക്കി വേദനയോടെ ചിരിച്ചു. ഏട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ. ലച്ചു ചേച്ചി ഏട്ടന് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇഷ്ടം ഒരാൾക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അരുണിൻ്റെ കയ്യിൽ പതിയെ പിടിച്ചുകൊണ്ട് ആമി പറഞ്ഞു. മോൾ പറഞ്ഞത് ശരിയാ. പ്രിയയെ എൻ്റെ ജീവനെ പോലെ അല്ല, ജീവനേക്കാൾ ഏറെയാണ് സ്നേഹിച്ചത്. പക്ഷെ അവൾ അത് മനസ്സിലാക്കിയില്ല. ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയില്ലല്ലോ. അവസാനം അരുൺ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ അവന് ലച്ചുവിനോടുള്ള സ്നേഹവും കരുതലും വ്യക്തമായിരുന്നു. എൻ്റെ ഈശ്വര, അരുണേട്ടന് ചേച്ചിയോടുള്ള സ്നേഹം ഒരിക്കലും കുറയാനോ മാറാനോ പോണില്ല. കാരണം ആ മനസ്സിൽ നിറയെ ലച്ചു ചേച്ചി മാത്രമാണ്. എന്നാലും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയിട്ടും അത് അനുഭവിക്കാനുള്ള യോഗം മാത്രം ചേച്ചിക്കില്ലാതെ പോയല്ലോ ഭഗവാനെ. ഏട്ടൻ്റെ സ്നേഹം പരിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അവരെ ഒന്നിപ്പിക്കണേ ഭഗവാനെ. അരുണിനെ നോക്കി നിൽക്കെ ആമി ഭഗവാനോട് പ്രാർത്ഥിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ലച്ചുവിനെ കുറച്ചു മുന്നേ ഞാൻ കണ്ടിരുന്നു. പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ദീപു പറഞ്ഞു. എവിടെയാ ദീപു നീ അവളെ കണ്ടത്? പ്രിയയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ദീപുവിനെ നോക്കി ഒറ്റ ശ്വാസത്തിൽ അരുൺ ചോദിച്ചു. താനിങ്ങനെ ടെൻഷൻ ആവാതെ. ആമി, നിനക്കറിയില്ലേ ടീനയെ? അവളുടെ കൂടെ പോകുന്നതാണ് കണ്ടത്. കൂടെ അവളുടെ ബ്രദർ ജോണും ഉണ്ടായിരുന്നു. ദീപു പറയുന്നത് കേട്ട് ആമി ഒരു നിമിഷം ഞെട്ടി നിന്നു പോയി. ദൈവമേ, ഏട്ടാ സത്യമാണോ പറഞ്ഞേ? ചേച്ചി അവരെ കൂടെയാണോ പോയത്? ഭയം കാരണം ആമിക്ക് വാക്കുകൾ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ പേടിച്ചരണ്ട നിൽപ്പും ചോദ്യവും ഒക്കെ കേട്ടപ്പോൾ അരുണിനും ദീപുവിനും പരിഭ്രാന്തിയായി. എന്താ ആമി, എന്താ പ്രശ്നം? അവർ രണ്ടുപേരും അവളോട് ഒരുമിച്ച് ചോദിച്ചു. ഏട്ടാ, ലച്ചു ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപകടത്തിലേക്ക് അവർ കൊണ്ടുപോയിരിക്കുന്നേ. അവർ ചേച്ചി എന്തെങ്കിലും ചെയ്യും. ആമി, നീ കാര്യം തെളിയിച്ച് പറ. നിനക്കെങ്ങനെ അവരെ പറ്റി അറിയാം? ദീപു ടെൻഷനോടെ ചോദിച്ചു. എൻ്റെ ഏട്ടൻ ആദ്യം വണ്ടി എടുക്ക്. നമ്മൾ വൈകുന്തോറും ചേച്ചിക്കത് ആപത്താണ്. അതുകൂടെ കേട്ടതും അരുൺ വേഗത്തിൽ അകത്തേക്ക് ഓടിപ്പോയി കാറിൻ്റെ കീ കൊണ്ടുവന്നു. സഞ്ജയോടും വേദികയോടും ഒരിടം വരെ പോകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. കാറിൽ കയറുന്നതിന് മുമ്പ് ആമി മുകളിലേക്കൊന്ന് നോക്കി. ശേഷം ഫോൺ എടുത്ത് രുദ്രൻ്റെ നമ്പറിൽ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയച്ചു. കാറിൽ കയറി പോകുമ്പോഴും എന്തുകൊണ്ടോ രുദ്രനും തൻ്റെ കൂടെ വേണമെന്ന് അവളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു മുന്നേ തന്നോടുള്ള പെരുമാറ്റവും ഒക്കെ ഓർത്തപ്പോൾ അവൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. കണ്ണേട്ടനോട് കാര്യം പറഞ്ഞിട്ടും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ചേച്ചിയോടുള്ള ദേഷ്യം കാരണം ഈ പോക്ക് തന്നെ മുടക്കി എന്നും വരാം. എന്തു തന്നെ ആയാലും എനിക്ക് ചേച്ചിയെ രക്ഷിച്ചേ മതിയാകൂ, ആമി മനസ്സിൽ പറഞ്ഞു. ആമി, ഇത് തന്നെയല്ലേ വഴി? വണ്ടി ഓടിക്കുന്നതിനിടയിൽ ദീപു ചോദിച്ചു. അതെ ഏട്ടാ, വേഗം പോ, ആമി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ആമി, ശരിക്കും അവരും പ്രിയയും തമ്മിൽ എന്താ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നേ? അരുൺ ചോദിച്ചു. പറയാം ഏട്ടാ, ആദ്യം അവിടെ ചെന്ന് ചേച്ചിയെ രക്ഷിക്കട്ടെ. ആമി വീണ്ടും അതുതന്നെ പറഞ്ഞപ്പോൾ അരുണും പിന്നീടൊന്നും ചോദിക്കാൻ പോയില്ല. അങ്ങനെ അവരുടെ വണ്ടി ജോണിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഇതേസമയം ജോണിൻ്റെ വീട്ടിൽ ആരോടും ഒന്നും മിണ്ടാതെ ടീനയുടെ മുറിയിലിരിക്കുകയായിരുന്നു ലച്ചു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവളപ്പോൾ. ആ സമയം കൊണ്ട് തന്നെ ടീനയോടും ജോണിനോടും അവൾ തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവളോട് കുറച്ചു സമയം വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ടീനയും ജോണും മുറി വിട്ടിറങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും ചെന്ന് ഹാളിലെ സോഫയിലിരുന്നു. എന്തായാലും പപ്പയും അമ്മയും ഇല്ലാത്തത് നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ വിചാരിച്ച പോലെ ഒന്നും നടക്കത്തില്ലായിരുന്നു. ചുണ്ട് തടവിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ ജോൺ പറഞ്ഞു. ചേട്ടന് ഭയങ്കര ധൃതിയാണല്ലോ. അവൻ്റെ സംസാരം കേട്ട ടീന അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഇല്ലാതിരിക്കുവോ? ഒരു കാലത്ത് എന്നെ വളരെയേറെ മോഹിപ്പിച്ച പെണ്ണാ ഇപ്പോൾ എൻ്റെ ഈ കൈപ്പിടിയിലായിരിക്കുന്നത്. ആ മോഹമൊക്കെ എന്ന് ഞാൻ തീർക്കും, ജോൺ ആവേശത്തിൽ പറഞ്ഞു. ഏട്ടൻ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. എന്തോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് പാവം തോന്നുന്നു. ലച്ചുവിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ടീന പറഞ്ഞു. ടീന, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഏട്ടനോട് എനിക്ക് മാപ്പ് പറയണം, കൂടെ ആമയോടും രുദ്രനോടും എല്ലാവരോടും. നീ എന്നെ സഹായിക്കണം പ്ലീസ്. അരുണേട്ടനില്ലാതെ എനിക്കിനി ജീവിക്കാനാവില്ല. ഇന്നാണ് ഞാൻ ആ സ്നേഹം അറിയുന്നത്. നീ എന്നെ സഹായിക്കില്ലേ? തന്നെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന ലച്ചുവിനെ ഓർത്തപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. പക്ഷേ രുദ്രനെക്കുറിച്ച് ഓർത്തപ്പോൾ, പണ്ട് അവൾ തന്നോട് കാണിച്ചതൊക്കെ ഓർത്തപ്പോൾ അവളുടെ ഉള്ളിൽ ലച്ചുവിനോടുള്ള സഹതാപം പകയായി മാറാൻ അധിക താമസമുണ്ടായില്ല. നീ ഇനി അതും ആലോചിച്ച് നിൽക്കേണ്ട. നിനക്ക് ഏതോ ഫ്രണ്ടിനെ കാണാനുണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നാൽ നീ പോയിക്കോ. നീ വരുന്നതിന് മുമ്പേ എല്ലാം ഓക്കെ ആയിരിക്കും. ജോണിനെ നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ടീന എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൾ പോണ കണ്ടപ്പോൾ തന്നെ ജോൺ മുകളിൽ അവൻ്റെ റൂമിലേക്ക് ഫ്രഷ് ആവാനായി കയറിയിരുന്നു. ഇതേസമയം ടീന നൽകിയ ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി വന്ന് ബെഡിൽ വെറുതെ ഇരിക്കുകയാണ് ലച്ചു. അവളുടെ ഉള്ളിലെ സംഘർഷം മുഖത്ത് വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം ചെയ്തു കൂട്ടിയതൊക്കെ ഓരോന്നായി ഓർത്തപ്പോൾ അവൾ കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അലറിക്കരഞ്ഞു. ഇല്ല, ഞാൻ ചെയ്തത് ആർക്കും പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഞാൻ വൈകിപ്പോയല്ലോ ദൈവമേ. അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം ആ മുറിയിൽ മാത്രം ഉയർന്നു കേട്ടു. ഇതേസമയം ജോണിൻ്റെ വീടിന് മുന്നിൽ ദീപുവിൻ്റെ കാർ വന്നു നിന്നു. ആമി, ഇതല്ലേ വീട്? ചുറ്റും നോക്കിക്കൊണ്ട് ദീപു ചോദിച്ചു. ആ അതെ ഏട്ടാ, വാ നമുക്ക് വണ്ടി ഇവിടെ വെച്ച് അകത്തേക്ക് കടക്കാം. അങ്ങനെ അവർ കാർ ഗേറ്റിന് മുന്നിൽ നിർത്തിവെച്ച് അകത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ നിമിഷം 3 പേരുടെയും ഉള്ളിലും ലച്ചു മാത്രമായിരുന്നു. അവൾക്കൊന്നും വരരുതേ എന്നായിരുന്നു. ഇവിടെ എങ്ങും ആരെയും കാണാനില്ലല്ലോ, ദീപുവും മാമിയും ഒരുമിച്ച് പറഞ്ഞു. അത് തന്നെയാണ് ഞാനും നോക്കുന്നത്. പക്ഷേ ഫ്രണ്ടിലെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടില്ലേ? അകത്ത് കൂടി നോക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അരുൺ വീടിൻ്റെ പടി ചവിട്ടിയതും അലറിക്കരഞ്ഞുകൊണ്ട് അകത്തു നിന്ന് ഓടി വന്ന ലച്ചു അവൻ്റെ നെഞ്ചിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം ഞെട്ടിപ്പോയ അരുൺ പതിയെ വിറച്ചുകൊണ്ട് തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന ലച്ചുവിനെ നോക്കി. അപ്പോഴാണ് അവൻ്റെ ഹൃദയമിടിപ്പ് പോലും നേരെയായത് എന്ന് അവന് തോന്നിയത്. എന്നാൽ ഇതേസമയം അരുണിനെ മുന്നിൽ കണ്ട ലച്ചു സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടമായ പോലെ അവനെ ആഞ്ഞു പുണർന്നുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അരുണേട്ടാ! അവളുടെ അടികൊണ്ട് വീർത്തു വന്ന കവിളുകളും ഷോൾഡർ ഭാഗം മൊത്തത്തിൽ കീറിപ്പറഞ്ഞ അവസ്ഥയും ഒക്കെ കണ്ട് അരുണിൻ്റെയും ദീപുവിൻ്റെയും ദേഷ്യം ഉച്ചസ്ഥിയിലെത്തിയിരുന്നു. അവർ കലിയോടെ അകത്ത് നോക്കിയപ്പോൾ കണ്ടു ചോര ഒലിക്കുന്ന തലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പുറത്തു വരുന്ന ജോണിനെ. ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവൻ ഭയന്നെങ്കിലും അതിയായ ദേഷ്യത്തിൽ അവൻ അരുണിന് നേരെ പാഞ്ഞു ചെന്നു. ആ നിമിഷം തന്നെ നൊടിയിടയിൽ ലച്ചുവിനെ ആമിക്കരികിലാക്കിക്കൊണ്ട് അരുൺ കറങ്ങി തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ നോക്കി ചവിട്ടി വീഴ്ത്തിയിരുന്നു. പന്ന മോനെ, നിനക്കെൻ്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേടാ? അവൻ്റെ അടിയിൽ നിലത്തേക്ക് തെറിച്ചു വീണ ജോണിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ തല പിടിച്ച് ചുമരിലിടിച്ചുകൊണ്ട് അരുൺ അലറി. പിന്നീട് ജോണിനെ ഒന്നും പറയാൻ പോലും അനുവദിക്കാതെ അരുൺ തല്ലിച്ചതക്കാൻ തുടങ്ങിയിരുന്നു. ഈ സമയം അത്രയും ദീപു ഒന്നും മിണ്ടാതെ എല്ലാം നോക്കി കാണുകയായിരുന്നു. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, ലച്ചുവിൻ്റെ കാര്യത്തിൽ ആരെക്കാളും കൂടുതൽ അവകാശം അരുണിനാണുള്ളത് എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത്, അരുണിൻ്റെ സ്നേഹം ലച്ചു ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇവ ആയിരുന്നു. ഇതേസമയം ആമയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു നിൽക്കുകയായിരുന്നു ലച്ചു. അവളുടെ പേടി മനസ്സിലാക്കിക്കൊണ്ട് ആമി പതിയെ അവളെയും കൊണ്ട് കാറിൽ കയറിയിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ജോണിനെ അടിച്ച് അവശനാക്കിക്കൊണ്ട് അരുണും ദീപുവും വന്ന് കാറിൽ കയറിയിരുന്നു. അരുൺ വരുന്നത് കണ്ടപ്പോൾ തന്നെ ആമി ഡോർ തുറന്ന് മുന്നിൽ കയറിയിരുന്നിരുന്നു. അപ്പോൾ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അരുൺ പിറകിൽ ലച്ചുവിൻ്റെ അടുത്തായി ചെന്നിരുന്നു. ആ നിമിഷം തന്നെ ഒരു വിതുമ്പലോടെ ലച്ചു അവൻ്റെ നെഞ്ചോരം ചേർന്നിരിക്കുകയും അരുണിൻ്റെ കൈകൾ പ്രണയത്തോടെ അവളെ വലയം ചെയ്യുകയും ചെയ്തിരുന്നു. ആ നിമിഷം രണ്ടുപേരുടെയും ഹൃദയം ഒരുപോലെ മിടിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് പുറത്ത് വരാന്തയിൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജയെയും വേദികയെയുമാണ്. കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവർ രണ്ടുപേരും ഒരുമിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. ആദ്യം അരുൺ ഇറങ്ങി, പിന്നെ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് പതിയെ ഇറക്കിയപ്പോൾ തന്നെ സഞ്ജയും വേദികയും ചെന്നവളെ പുണർന്നുകൊണ്ട് കരഞ്ഞിരുന്നു. താൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും തനിക്കൊരാപത്ത് വന്നപ്പോൾ ഓടി വന്ന എല്ലാവരെയും ഓർത്തപ്പോൾ കുറ്റബോധം കൊണ്ട് നെഞ്ചു നീറി നിൽക്കുകയായിരുന്നു ലച്ചു. ഇതേസമയം കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആമയുടെ നോട്ടം മുറ്റത്തേക്ക് ഇറങ്ങി തന്നിലേക്ക് നടന്നു വരുന്ന രുദ്രനിലേക്കായിരുന്നു. എന്തോ അവൻ്റെ ഒരു ഭാവമാറ്റവും ഇല്ലാത്ത മുഖം അവളിൽ സംശയം ഉളവാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പെരുമാറ്റം എന്തെന്നറിയാനായി അവളും അവനെ തന്നെ നോക്കി. എന്നാൽ അവൻ അവൾക്കരികിലെത്തിയതും ലച്ചുവിനെയും എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ആമയുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നത് നിമിഷ നേരം കൊണ്ടായിരുന്നു. ലച്ചുവിനോട് ഓരോന്നും ചോദിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവരൊന്നും അവർ പോകുന്നത് കണ്ടതുമില്ലായിരുന്നു.
തല്ലാനാണോ വളർത്താനാണോ എന്തോ.